യഹോവ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. യഹോവ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം കരുണ നിറഞ്ഞവനാണ്. നമ്മുടെ ദൈവം കൃപ നിറഞ്ഞവനാണ്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: ദൈവമേ, ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് അത്യാവശ്യമാണ്. ആരാണ് നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം കരുണ നിറഞ്ഞവനാണ്. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്ന ദൈവമാണ്. ഉപേക്ഷിക്കാത്ത ദൈവമാണ്. കരുണ കാണിക്കുന്ന ദൈവമാണ്. എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചവരോടൊക്കെ കരുണ കാണിച്ച ദൈവമാണ്. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുന്ന പകലാണ്. എന്നോട് കരുണ തോന്നണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിലവിളിച്ചാൽ നിശ്ചയമായും ദൈവം കരുണ കാണിക്കും. നമ്മുടെ ദൈവം കൃപ നിറഞ്ഞവനാണ്. തിരുവചനം പറയുന്നു, താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ നൽകുന്നു. ദൈവസന്നിധിയിൽ താഴ്മയോടെ നിങ്ങൾ ദൈവമുഖം അന്വേഷിച്ചാൽ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുന്ന ദൈവമാണ്. അധികം കൃപ നൽകും. ദൈവത്തിൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നത്. അവൻ കൃപ നിറഞ്ഞ ദൈവമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവൻ, മഹാദയുള്ളവനാണ്. ദൈവത്തിൻ്റെ ക്ഷമ എത്ര വലുതാണല്ലേ! ദൈവം നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ന്യായമായി നമ്മെ വിധിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുമോ? ദൈവം നമ്മെ വിധിച്ചിട്ടില്ല. ദൈവം നമ്മെ ശിക്ഷിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെട്ടാൽ ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മഹാദൈവം തൻ്റെ ക്ഷമ ഒരു ഭാഗത്ത് സ്നേഹമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമ്പോൾ, മറുഭാഗത്ത് തൻ്റെ പുത്രനെ അവൻ തകർക്കുകയായിരുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ തകർത്തുകൊണ്ടാണ് തൻ്റെ സ്നേഹത്തെ, ക്ഷമിക്കുന്ന സ്നേഹത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം മഹാദയുള്ളവനാണ്. തിരുവചനം പറയുന്നു, രാവിലെ തോറും ദൈവത്തിൻ്റെ ദയ പുതിയതാണ്. ദൈവത്തിന് നമ്മോടുള്ള ദയ വലുതാണ്. ദൈവത്തിൻ്റെ ദയയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എനിക്ക് നിന്നോടുള്ള ദയ മാറുകയില്ല. ദൈവത്തിന് എന്തുകൊണ്ടാണ് നമ്മോട് ഇത്ര വലിയ ദയ? തിരുവചനം പറയുന്നു, അവൻ നമ്മെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം തൻ്റെ ദയയെ ദീർഘമാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലും ദൈവത്തിന് നിങ്ങളോട് കരുണയുണ്ട്, ദയയുണ്ട്. എത്ര പേർ നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദാവീദിൻ്റെ പ്രാർത്ഥനകളിൽ ഉടനീളം നമുക്ക് ആ വാക്കുകൾ കാണാം. പ്രിയപ്പെട്ടവരെ, ദൈവം ആരെന്നറിയാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ വ്യത്യസ്തമാകുന്നത്. ഇന്ന് പകൽ ദൈവം നിങ്ങൾ നിറയ്ക്കുന്ന പകലാണ്, അനുഗ്രഹിക്കുന്ന പകലാണ്, കരുണ കാണിക്കുന്ന പകലാണ്, ദയ കാണിക്കുന്ന പകലാണ്. വിശ്വാസത്തോടെ ദൈവമുഖം അന്വേഷിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.